കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മകരസംക്രമത്തെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. എന്താണ് മകരസംക്രമം? മറ്റു സംക്രമങ്ങളെ അപേക്ഷിച്ചിട്ട് മകരസംക്രമത്തിന് എന്താണ് ഇത്രയും വലിയ പ്രാധാന്യം? എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല, ഇനിയുള്ള ദിവസങ്ങളിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യത്തെ പറ്റിയൊക്കെ വളരെ വിശദമായി നമുക്കൊന്ന് നോക്കാം. അതുകൂടാതെ മാധവം എന്ന യൂട്യൂബ് ചാനലിന് ഒരു വാട്സപ്പ് ചാനൽ കൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇതുവരെ വാട്സപ്പ് കൂട്ടായ്മയിൽ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ലിങ്കിൽ കയറിയിട്ട് ജോയിൻ ചെയ്യണം. ലിങ്കിൽ കയറി കഴിയുമ്പോൾ ജോയിൻ എന്ന് ചോദിക്കും. ആ ഒരു ജോയിൻ ബട്ടണിൽ അമർത്തിയാൽ മതി, നിങ്ങൾ വാട്സപ്പ് കൂട്ടായ്മയിലേക്ക് ആഡായിക്കോളും. അതുപോലെ കേരളത്തിൽ മാഘമേള തുടങ്ങാൻ പോകുന്നു എന്നുള്ള കാര്യം എല്ലാവരും അറിഞ്ഞു കാണും. ജാനുവരി 18 മുതൽ ഫെബ്രുവരി 3 വരെയാണ്. മേളയെ പറ്റിയിട്ടുള്ള വിശദമായ വിവരങ്ങളെല്ലാം തന്നെ നമ്മൾ നമ്മുടെ വാട്സപ്പ് കൂട്ടായ്മയിൽ പങ്കുവെക്കുന്നുണ്ട്. ഇതുവരെ മേളയുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ലിങ്ക് ഞാൻ തരാം. വാട്സപ്പ് ഗ്രൂപ്പിൽ ഇട്ടേക്കാം. അതിൽ കയറി അതിലും എല്ലാവരും ജോയിൻ ചെയ്യണം. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വിശദമായി മനസ്സിലാക്കാനായിട്ട് പറ്റും. അതുപോലെ വെബ്സൈറ്റ് അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്, ഞാൻ തരാം ഒന്നുകൂടി. വെബ്സൈറ്റിൽ കയറി നോക്കിയാൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. പൂജയുടെ കാര്യങ്ങൾ, എന്തൊക്കെ പൂജകളുണ്ട്, പിതൃകർമ്മങ്ങൾ, അതിനെ പറ്റിയിട്ടുള്ള എല്ലാ വിവരങ്ങളും നമുക്ക് അതിൽ നിന്ന് ലഭിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒന്ന് ചെയ്യണം. ഇനി നമുക്ക് മകരസംക്രമത്തെ പറ്റി ഒന്ന് നോക്കാം. സൂര്യൻ ധനുരാശിയിൽ നിന്ന് മകരം രാശിയിലേക്ക് പ്രവേശിക്കുന്ന ആ ദിവ്യമായ സമയത്തെയാണ് മകരസംക്രമം എന്ന് പറയുന്നത്. മകരം 1 2026 ജാനുവരി മാസം 15-ാം തീയതി വ്യാഴാഴ്ചയാണ്. എന്നാൽ സംക്രമം നടക്കുന്നത് 14-ാം തീയതി, അതായത് ജാനുവരി 14-ാം തീയതി ബുധനാഴ്ചയാണ്. ബുധനാഴ്ച വൈകുന്നേരം 3:13 മുതലാണ് സംക്രമം നടക്കുന്നത്. അനിഴം നക്ഷത്രത്തിൻ്റെ 3-ാമത്തെ പാദം വൃശ്ചികക്കൂറ്, ആ സമയത്താണ് ഈ സംക്രമം നടക്കുന്നത്. ഈ സമയത്ത് ശബരിമലയിൽ സംക്രമ പൂജ നടക്കും. ഈ 3:13 മുതൽ 6:21 വരെ ശ്രേഷ്ഠമായ സമയമാണ്. അതിൽ തന്നെ 3:13 മുതൽ 5:09 വരെയുള്ള സമയം ഏറ്റവും ശ്രേഷ്ഠമായ സമയമാണ്. ഈ സമയത്താണ് അയ്യപ്പസ്വാമിക്ക് നെയ്യഭിഷേകം നടക്കുന്നത്. അതുകൂടാതെ മറ്റ് വിശേഷപ്പെട്ട ധാരാളം പൂജകൾ അവിടെ നടക്കുന്നുണ്ട്. നമ്മുടെ തിരുവിതാംകൂറിലെ കവടിയാർ കൊട്ടാരത്തിൽ നിന്ന് കൊണ്ടുവരുന്ന നെയ്ത്തേങ്ങ, ആ നെയ്ത്തേങ്ങയിൽ നിറച്ച നെയ്യ് ഉപയോഗിച്ചിട്ടാണ് അന്നേ ദിവസം ഭഗവാനെ ആടുന്നത്. ആ നെയ്യ് കൊണ്ടാണ് ഭഗവാന് അഭിഷേകം ചെയ്യുന്നത്. ഇത് പണ്ട് പുരാതന കാലം മുതലുള്ള ഒരു ചടങ്ങാണ്. നമുക്കറിയാം, വർഷങ്ങൾക്ക് മുമ്പ് ശബരിമലയിൽ ഒരു വലിയ തീപിടുത്തമുണ്ടായി. തീ വെച്ചതാണെന്നും അതല്ല തീ പടർന്നു പിടിച്ചതാണെന്നും ഒക്കെ പറയുന്നുണ്ട്. അന്ന് ആ തീപിടുത്തത്തിൽ അയ്യപ്പസ്വാമിയുടെ വിഗ്രഹം പൂർണ്ണമായും തകർന്നിരുന്നു. കവടിയാർ കൊട്ടാരത്തിൽ വെള്ളി കൊണ്ട് നിർമ്മിച്ച ഒരു അയ്യപ്പസ്വാമിയുടെ ഒരു വിഗ്രഹമുണ്ടായിരുന്നു. ആ വിഗ്രഹത്തിൻ്റെ ഛായാചിത്രം വരച്ചെടുക്കുകയും അതേ രൂപത്തിൽ പിന്നീട് നിർമ്മിച്ചതുമാണ് ഇപ്പോൾ നമ്മൾ ശബരിമലയിൽ കാണുന്ന അയ്യപ്പ വിഗ്രഹം. ആ അയ്യപ്പ വിഗ്രഹത്തിൽ ഈ മകരസംക്രമ വേളയിൽ അഭിഷേകം ചെയ്യുന്നത് കവടിയാർ കൊട്ടാരത്തിൽ നിന്ന് കൊണ്ടുവരുന്ന നെയ്യ് ഉപയോഗിച്ചിട്ടാണ്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അതിനുശേഷം ഭഗവാന് പന്തളത്തു നിന്നും കൊണ്ടുവരുന്ന തിരുവാഭരണം ചാർത്തുകയും അതിനുശേഷം മഹാദീപാരാധന നടത്തുകയും ചെയ്യുന്നു. പിന്നീടാണ് പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക് തെളിയുന്നത്. ആ സമയത്ത് ആകാശത്ത് മകരജ്യോതി തെളിയും. മകരവിളക്കും മകരജ്യോതിയുമൊക്കെ ദർശിച്ച് പുണ്യം നേടാനായിട്ട് ധാരാളം ഭക്തജനങ്ങൾ അന്നേ ദിവസം ശബരിമലയിൽ എത്തിച്ചേരാറുണ്ട്.
ഇനി എന്തുകൊണ്ടാണ് മറ്റു സംക്രമങ്ങൾക്ക് ഇല്ലാത്ത ഒരു പ്രത്യേകത ഈ മകരസംക്രമത്തിന് ഉണ്ടാകുന്നത് എന്നുള്ള കാര്യം നമുക്കൊന്ന് നോക്കാം. അതായത് ഉത്തരായനമെന്നും ദക്ഷിണായനമെന്നും നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഉത്തരായനം എന്ന് വെച്ചു കഴിഞ്ഞാൽ ദേവന്മാരുടെ ഒരു പകലാണ്. എന്നാൽ ദക്ഷിണായനം ദേവന്മാരുടെ ഒരു രാത്രിയാണ്. നമ്മൾ മനുഷ്യരുടെ ഒരു വർഷമാണ് ദേവന്മാരുടെ ഒരു ദിവസം. അങ്ങനെ വരുമ്പോൾ ഇവിടെ സൂര്യൻ ദക്ഷിണായനം എന്ന രാത്രിയിൽ നിന്ന് ഉത്തരായനം എന്ന പകലിലേക്ക് സംക്രമിക്കുകയാണ്. ആ സംക്രമത്തെയാണ് മകരസംക്രമം എന്ന് പറയുന്നത്. മകരം മുതൽ മിഥുനം വരെയാണ് ഉത്തരായനം. പിന്നീടുള്ള മാസങ്ങൾ ദക്ഷിണായനവും. അതായത് മകരം മുതൽ ദേവന്മാർ ഉണർന്നിരിക്കുകയാണ്. അവരുടെ പകലാണ് മിഥുനം വരെ. അതുകൊണ്ട് തന്നെ മകരം മുതൽ മിഥുനം വരെ ചെയ്യുന്ന ഏത് പൂജകൾക്കും അതിവിശേഷപ്പെട്ട ഫലം ലഭിക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. ഈ സമയത്ത് ദാനധർമ്മങ്ങൾ ചെയ്യാനും പിതൃകർമ്മങ്ങൾ അനുഷ്ഠിക്കുവാനും മന്ത്രജപങ്ങൾ നടത്തുന്നതിനും ഒക്കെ തന്നെ വളരെ വിശേഷമായിട്ട് കരുതുന്നു. അതുകൊണ്ട് തന്നെ നാമജപം ഇതുവരെ ശീലിച്ചിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നാമജപം ശീലമാക്കിക്കൊള്ളുക. അതിന് ഏറ്റവും ശ്രേഷ്ഠമായ സമയങ്ങളാണ് വരാൻ പോകുന്നത്. അങ്ങനെ തിരുവാഭരണമൊക്കെ അയ്യപ്പസ്വാമിയെ ചാർത്തിച്ചിട്ട് പിന്നീട് 4 ദിവസത്തോളം തിരുവാഭരണം ചാർത്തി നിൽക്കുന്ന അയ്യപ്പസ്വാമിയെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. 5-ാമത്തെ ദിവസം പന്തള രാജ്യത്തു നിന്നും തിരുവാഭരണവുമായി എത്തിച്ചേർന്ന സ്വാമിയുടെ അച്ഛൻ്റെ സ്ഥാനത്ത് പിതൃസ്ഥാനത്ത് നിൽക്കുന്ന ആ പ്രതിനിധിയുമായി അച്ഛനും മകനും തമ്മിലുള്ള ഒരു യാത്ര അയപ്പ് ചടങ്ങുണ്ട്. ആ സമയത്ത് അതിന് സാക്ഷ്യം വഹിക്കുന്നതിനായിട്ട് മേൽശാന്തി മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതായത് മേൽശാന്തിയും അച്ഛനും മകനും മാത്രം. അങ്ങനെ അച്ഛനും മകനുമൊക്കെ തമ്മിൽ യാത്ര പറഞ്ഞിട്ട് പിന്നീട് അച്ഛൻ ഈ തിരുവാഭരണവുമായി തിരിച്ച് പന്തളത്തിലേക്ക് പോകും. ഇത് വളരെ വിശേഷപ്പെട്ട ഒരു ചടങ്ങാണ്. ഇതാണ് മകരസംക്രമവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. തമിഴ്നാട്ടിലൊക്കെ പൊങ്കൽ ഉണ്ട്, മകരപ്പൊങ്കൽ. അത് മകരം 1-ാം തീയതിയാണ്. അതായത് 2026 ജാനുവരി മാസം 15-ാം തീയതി. നമ്മൾ ശബരിമലയിൽ മകരവിളക്ക് ദർശിക്കുന്നതും മകരസംക്രമ പൂജകളൊക്കെ നടക്കുന്നതും ജാനുവരി മാസം 14-ാം തീയതി ബുധനാഴ്ചയാണ്. ഇതാണ് സംക്രമത്തെപ്പറ്റി നമ്മൾ മനസ്സിലാക്കാനുള്ളത്. ഈ സമയത്ത് ഈ നെയ്യഭിഷേകമൊക്കെ നടക്കുന്ന സമയത്ത് ദേവന്റെ ചൈതന്യം വർദ്ധിക്കുമെന്നാണ് പറയുന്നത്. ആ ചടങ്ങുകളൊക്കെ സാക്ഷ്യം വഹിക്കുന്നതിനായിട്ട് ധാരാളം ഭക്തജനങ്ങളാണ് അന്നേ ദിവസം ശബരിമലയിലേക്ക് എത്തുന്നത്. ഇതാണ് നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കാനുള്ളത്. ഞാൻ ഈ പറഞ്ഞ സമയത്ത് അയ്യപ്പസ്വാമിയെ പ്രാർത്ഥിക്കുന്നത് വളരെ വളരെ വിശേഷമാണ്. ശങ്കരാചാര്യര് പഞ്ചരത്ന സ്തോത്രം എന്ന് പറഞ്ഞ ഒരു നാമം എഴുതിയിട്ടുണ്ട്. അത് വളരെ വളരെ വിശേഷമാണ്. ഞാനത് നിങ്ങൾക്ക് ഇവിടെ എഴുതി കാണിക്കാം. നിങ്ങളത് ഒന്ന് വായിച്ചു നോക്കിക്കൊള്ളുക. ലോകവീരം മഹാപൂജ്യം സർവരക്ഷാകരം വിഭും പാർവതീ ഹൃദയാനന്ദം ശാസ്താരം പ്രണമാമ്യഹം. വിപ്രപൂജ്യം വിശ്വവന്ദ്യം വിഷ്ണുശംഭോ പ്രിയം സുതം ക്ഷിപ്രപ്രസാദനിരതം ശാസ്താരം പ്രണമാമ്യഹം. മത്തമാതംഗഗമനം കാരുണ്യാമൃതപൂരിതം സർവവിഘ്നഹരം ദേവം ശാസ്താരം പ്രണമാമ്യഹം. അസ്മത് കുലേശ്വരം ദേവം അസ്മത് ശത്രുവിനാശനം അസ്മദിഷ്ടപ്രഭാതാരം ശാസ്താരം പ്രണമാമ്യഹം. പാണ്ഡ്യേശവംശതിലകം കേരളേ കേളിവിഗ്രഹം ആർത്തത്രാണപരം ദേവം ശാസ്താരം പ്രണമാമ്യഹം. ഇതാണ്
ശങ്കരാചാര്യർ എഴുതിയ പഞ്ചരത്ന സ്തോത്രം. ഇത് അന്നേ ദിവസം എത്ര തവണ ജപിക്കാൻ സാധിക്കുന്നുവോ അത്രയും തവണ ജപിക്കുക, എടുത്തുകൊള്ളുക അറിഞ്ഞുകൂടാത്ത ആളുകൾ. അതിനുശേഷം സ്വാമിയേ ശരണമയ്യപ്പ എന്ന് ഏറ്റവും കുറഞ്ഞത് 21 തവണയെങ്കിലും ജപിക്കുക. എള്ളുതിരി തെളിയിച്ച് ആ സമയത്ത് ജപിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ശനിദോഷം അകലും. അതായത് നമ്മൾ ഒരു വെള്ള തുണിക്കകത്ത് കുറച്ച് എള്ളെടുത്ത്, കറുത്ത എള്ളെടുത്ത് ഒരു കിഴി കെട്ടിയതിന് ശേഷം ഒന്നുകിൽ ഒരു തേങ്ങാമുറിയിലോ അല്ലെങ്കിൽ ഒരു മൺചിരാതിൽ അല്പം എള്ളെണ്ണ ഒഴിച്ചിട്ട് ആ എള്ളുതിരി ആ മൺചിരാതിൽ വെച്ചിട്ട് ആ മൺചിരാത് തെളിയിക്കണം. എത്ര പേര് നിങ്ങൾ ഇരുന്ന് ജപിക്കുന്നുണ്ടോ ഓരോരുത്തർക്കും ഓരോ മൺചിരാത് കൊടുത്താൽ മതി. ആ മൺചിരാത്, ആ എള്ളുതിരി ആ മൺചിരാതിൽ വെച്ച് എള്ളെണ്ണ ഒഴിച്ച് നിങ്ങൾ കത്തിച്ചതിന് ശേഷം ഞാൻ ഈ പറഞ്ഞ ഈ നാമം ജപിച്ചു കഴിഞ്ഞാൽ ശനിദോഷത്തിൽ നിന്നും നമുക്ക് രക്ഷ ലഭിക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. ഈ നാമവും നിങ്ങൾക്ക് ജപിക്കാം. എല്ലാ ശനിയാഴ്ച തോറും ഈ നാമം എള്ളുതിരി തെളിയിച്ച് വീട്ടിലിരുന്ന് ജപിച്ചു കഴിഞ്ഞാൽ വലിയ വിശേഷമാണ്. ശനിദോഷങ്ങൾ അകലും. എള്ളുതിരി തെളിയിച്ച് ശരണം വിളിച്ചുകൊണ്ടിരുന്നാലും മതി. വളരെ ചെറിയ ശബ്ദത്തിൽ ശരണം വിളിച്ചാൽ മതി. നാട്ടുകാരെ മൊത്തം കേൾപ്പിക്കുന്ന രീതിയിൽ ഉച്ചത്തിലൊന്നും വിളിക്കണ്ട. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, എള്ളുതിരി കത്തിത്തീരുന്ന അത്രയും സമയം നമ്മളവിടെ ഇരിക്കണം. എള്ളുതിരി കത്തുമ്പോൾ നമുക്ക് ഒരു പുക വരും അല്ലേ? എള്ളെണ്ണയും കൂടി ചേർന്ന് കത്തുന്ന ഒരു പുക. ആ പുക നമ്മൾ ശ്വസിക്കണം. ആ പുക നമ്മൾ ശ്വസിച്ചു കഴിഞ്ഞാൽ നമ്മുടെ രക്തശുദ്ധീകരണത്തിന് ഏറ്റവും ഉത്തമമാണ് ഈ പുക ശ്വസിക്കുന്നത് എന്നാണ് വിശ്വസിക്കുന്നത്. ശനിദോഷം അകലുകയും ചെയ്യും. ശനിദോഷം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ഉരുണ്ട് വീഴും, കൈയും കാലുമൊക്കെ ഒടിയും, ഇങ്ങനെയുള്ള കുഴപ്പങ്ങളൊക്കെ ഉണ്ടാകും ഈ ശനിദോഷമുണ്ടെങ്കിൽ. അതുപോലെ ബുദ്ധിയൊന്നും നേരായ രീതിയിൽ പ്രവർത്തിക്കത്തില്ല. അങ്ങനെ പല കുഴപ്പത്തിലും നമ്മൾ ചെന്ന് ചാടുകയും ചെയ്യും. അതുകൊണ്ട് ശനിദോഷം അകലുന്നതിന് എള്ളുതിരി തെളിയിക്കുന്നത് അതിവിശേഷമാണ്. അതുപോലെ അയ്യപ്പസ്വാമിയെ പ്രാർത്ഥിക്കുന്നതും വളരെ വളരെ വിശേഷമാണ്. അതുകൊണ്ട് ഇതുവരെ നാമം ജപിച്ച് ശീലിച്ചിട്ടില്ലാത്തവർ, നാമജപം തുടങ്ങിയിട്ടില്ലാത്ത ആളുകൾ, ശനിദോഷം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ എല്ലാവരും തന്നെ ഈ സംക്രമ ദിവസം മുതൽ ജപിച്ചു തുടങ്ങിക്കൊള്ളുക. എള്ളുതിരി തെളിയിച്ച് എല്ലാ ശനിയാഴ്ചകളും ഭഗവാനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതികേമമാണ്. ശനിദോഷം കൊണ്ട് ഒരുപാട് കഷ്ടപ്പെടുന്ന ആളുകൾ നിത്യവും എള്ളുതിരി തെളിയിച്ച് ഭഗവാനെ പ്രാർത്ഥിച്ചു കൊള്ളുക. ഒന്നുകിൽ ഞാനിപ്പോൾ ഈ പറഞ്ഞ ഈ നാമം, അല്ലെങ്കിൽ ശരണം വിളിച്ച് ഭഗവാനെ പ്രാർത്ഥിക്കുക. ഏതായാലും വിശേഷമാണ്. മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിക്കുക, അതാണ് ഏറ്റവും പ്രധാനം. ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ നാമം ജപിച്ചു കൊള്ളുക, പക്ഷേ മറ്റുള്ള ആളുകൾക്ക് നമ്മുടെ നാമജപം ഒരിക്കലും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കരുത്. ആ കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ.